ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ വന്നിട്ട് മഞ്ജു രൂപേഷ്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് തമ്പനയിൽ കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മൾ വരയ്ക്കാൻ അറിയാത്തവർക്ക് വേണ്ടിയുള്ള മ്യൂറൽ പെയിൻ്റ് ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പാഡ്, അതായത് ക്യാൻവാസിൻ്റെ പാഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പാഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്യാൻവാസിൻ്റെ ഷീറ്റ് എന്നും പറയാറുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു ഷീറ്റാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന് 4 സൈഡ് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻസുലേഷൻ ടാപ്പ് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ഒട്ടിച്ച് കൊടുക്കുന്നത് പെയിൻ്റൊക്കെ പുറത്തേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പുറത്തേക്ക് പോവാതിരിക്കാൻ മീൻസ് നമ്മൾക്ക് ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ലാസ്റ്റ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും ലാസ്റ്റ് നമ്മൾ എന്തിനാണ് ആ ടാപ്പ് ഒട്ടിച്ചെന്നുള്ളത്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് എൻ്റെ അടുത്ത് പിക്ചറൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനിവിടെ ജസ്റ്റ് ഒരു പിക്ചർ ഞാൻ വരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതിപ്പോൾ നമ്മൾ വരയ്ക്കാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഒരു വരയ്ക്കുന്ന ഭാഗം നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ വരച്ച് വെച്ചിട്ടുള്ള ഈ പിക്ചർ ഉണ്ടല്ലോ, ഈ പിക്ചർ നമ്മളിത് ഇവിടെ ഇങ്ങനെ ക്യാൻവാസിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാർബൺ പേപ്പറാണ്. യെല്ലോ കാർബൺ, അതുപോലെ തന്നെ പിങ്ക് കാർബൺ നമുക്ക് കിട്ടും. അതുപോലെ ബ്ലാക്കും ബ്ലൂവും നമുക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെ 2-3 ടൈപ്പിൽ നമുക്ക് കാർബൺ പേപ്പർ കിട്ടുന്നുണ്ട്. പക്ഷെ നമുക്ക് ബ്ലാക്കും ബ്ലൂവും നമുക്ക് ആവശ്യമില്ല. നമുക്ക് മ്യൂറലൊക്കെ സാധാരണ ചെയ്യാൻ നമ്മൾ പിങ്ക് കാർബൺ അല്ലെങ്കിൽ യെല്ലോ കാർബൺ ആണ് നമ്മൾ എടുക്കാറ്. ഇപ്പോൾ ഇവിടെ ഞാൻ പിങ്ക് കാർബൺ പേപ്പറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ അടിയിൽ വെച്ചിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്ന പോലെ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് എടുക്കാം. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ വരച്ച പിക്ചറാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ നമ്മുടെ ഈ ഒരു മ്യൂറലിൻ്റെ പിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബട്ടൺ ഹൗസുകളിലും അതുപോലെ ബുക്ക് സ്റ്റോളിലൊക്കെ നിങ്ങൾക്കിത് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ചോദിച്ച് വാങ്ങിക്കുക. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കുക, നമുക്ക് ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെറ്റിൽ സെർച്ച് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് അങ്ങനെ എടുക്കാവുന്നേ. ട്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഭാഗം വിട്ടു പോകാണ്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ തന്നെ ചെയ്തപ്പോൾ 2 ഭാഗങ്ങൾ വിട്ടു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ജസ്റ്റ് പെൻസിൽ വെച്ചിട്ട് ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ എടുക്കാൻ പോകുന്നത് ഇവിടെ ആർട്ടിസ്റ്റ് പെയിൻ്റ് ആണ്. ഞാൻ ഈ പെയിൻറ് വെച്ചിട്ടാണ് ഞാൻ മ്യൂറൽ ചെയ്യാൻ പോകുന്നത്. ഈ പെയിൻറ്റിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 260 ആണ്. നമ്മൾ ഈ ഒരു പിക്കിന് നമ്മൾ ഇനി ഔട്ട്ലൈൻ മസ്റ്റാണ്. കാരണം ഔട്ട്ലൈൻ നമ്മൾ ഇപ്പോൾ മ്യൂറൽ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്ന കാര്യം എന്ന് വെച്ചെങ്കിൽ ഔട്ട്ലൈൻ നമ്മൾ വാഷ് ചെയ്തിട്ട് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇപ്പം ഞാൻ ഈ പിങ്ക് കാർബൺ വെച്ച് ചെയ്തതുകൊണ്ട് നമുക്ക് അങ്ങനെ വാഷ് ചെയ്തെടുക്കേണ്ട ആവശ്യം ഇപ്പോൾ ഇവിടെ ഇല്ല. പക്ഷെ നമുക്ക് ഫിനിഷ് അല്ലാത്ത ഭാഗങ്ങളിലൊക്കെ നന്നായിട്ട് ഔട്ട്ലൈൻ വാഷ് ചെയ്തെടുത്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് നമ്മുടെ പിക്ക് നല്ല ഭംഗി ഉണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ മ്യൂറൽ നമ്മൾ മൊത്തം പെയിൻറ്റ് വാഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഫിനിഷിങ് നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഔട്ട്ലൈൻ ഒന്ന് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഈ യെല്ലോ പെയിൻറ്റ് വെച്ചിട്ട് അതിനൊന്ന് വാഷ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്.
നമ്മുടെ പിക്ക് ചെയ്ത് ഒരുവിധം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് മൊത്തം ഫിനിഷിങ് വർക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഫിനിഷിങ് വർക്കിന് വേണ്ടിയിട്ട് ഞാൻ ബ്ലാക്ക് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ബ്ലാക്ക് നമ്മൾ ഔട്ട്ലൈൻ മസ്റ്റാണ്. കാരണം നമ്മൾ അതിൻ്റെ ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലാക്ക് ഔട്ട്ലൈൻ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇനി ആ ബ്ലാക്ക് ഔട്ട്ലൈൻ കൊടുക്കുന്നത് എങ്ങനെ നോക്കാം. അപ്പോൾ നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബാക്ക്ഗ്രൗണ്ടാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, നമ്മുടെ മ്യൂറൽ ഇത് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ ആ ഒരു ഇൻസുലേഷൻ ടേപ്പ് ഉണ്ടല്ലോ, അത് നമ്മൾ ഇങ്ങോട്ട് ചീന്തി എടുക്കുകയാണ് കേട്ടോ. അത് പറിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ആ ഒരു മ്യൂറലിൻ്റെ ഫിനിഷിങ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുന്ന പ്രതീക്ഷിക്കുന്നുണ്ട്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ആ വിലയേറിയ കമൻറ്റ്സ് എന്തായാലും എന്നെ അറിയിക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വീട്ടിലെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കാരണം മ്യൂറലിന് ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ഈസി ആയിട്ട് ഇനി വരയ്ക്കാൻ അറിയില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇനി ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ടെൻഷൻ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുകയാണ്, ഹാപ്പി ആയിട്ടിരിക്കുകയാണെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ബൈ.